തലയ്ക്കൊപ്പം ചേട്ടൻ കൂടി ചേരുന്ന ഡബിൾ ട്രീറ്റ്. ഒപ്പം ക്യാപ്റ്റൻ മിസ്റ്റർ കൺസിസ്റ്റന്റ് ഋതുരാജും ആറുച്ചാമി ദുബൈയും ചേരുന്ന ബാറ്റിംഗ് ലൈനപ്പ്. കൂടെ ഇന്ത്യയെ അണ്ടർ-19 ലോകകപ്പിലേക്ക് നയിച്ച ആയുഷ് മാത്രയും ബേബി ഡിവിലിയേഴ്സ് ബ്രവിസും. അതിരടി സീസൺ പ്രതീക്ഷിച്ചാണ് ചെന്നൈ സൂപ്പർ കിങ്സ് ഇത്തവണ IPL എത്തുന്നത്. ലക്ഷ്യം റെക്കോർഡ് ബ്രേക്കിംഗ് 6ാം കിരീടം. സീസണിന് മുന്നേ വിന്നിംഗ് വൈബ് നൽകുന്ന ഒരു ടീമിനെയാണ് ഇത്തവണ ചെന്നൈ ബിൽഡ് ചെയ്തിരിക്കുന്നത്. പ്രധാന മാറ്റം സഞ്ജു സാംസണിന്റെ രാജസ്ഥാനിൽ നിന്നുള്ള കൂടുമാറ്റം തന്നെയാണ്. ചെന്നൈയിൽ ചിന്നത്തലയാകാനോ ക്യാപ്റ്റനാകാനോ ഇല്ലെന്ന് സഞ്ജു പറഞ്ഞു കഴിഞ്ഞെങ്കിലും ഇതിനോടകം അവരുടെ ഒരേ ഒരു ചേട്ടനാകാനായിട്ടുണ്ട് നമ്മുടെ ചെക്കൻ. T20 ലോകകപ്പ് ടൂർണമെന്റിന്റെ താരമായി രാജകീയമായി തന്നെയാണ് ചേട്ടന്റെ ചെപ്പോക്കിലേക്കുള്ള എൻട്രി. അത് അടിപൊളിയാകട്ടെ. സ്ക്വാഡിലേക്ക് വരുമ്പോൾ ഫ്യൂച്ചറിസ്റ്റിക് ആയ ഒരു ടീമിനെ സൃഷ്ടിക്കാനാണ് ചെന്നൈയുടെ ശ്രമങ്ങളെന്ന് കാണാം. ധോണിയുടെ IPL കരിയറിലെ അവസാന സീസൺ ആയിരിക്കും ഇതെന്ന റൂമറുകൾ ഉണ്ടെങ്കിലും ആരാധകർക്ക് തലദർശനം തന്നെയാണ് ഈ സീസണിലെ മെയിൻ ട്രീ. ഇമ്പാക്ട് പ്ലെയർ റോളിലാണോ അതോ ഫുൾ ഇന്നിംഗ്സിലും അത് സാധ്യമാകുമോ എന്ന് മാത്രമേ അറിയാനുള്ളൂ. ഋതുരാജിന് കീഴിൽ ഒരു പറ്റം യങ്സ്റ്റേഴ്സ് അണിനിരക്കുന്ന സ്ക്വാഡാണ് ചെന്നൈയുടേത്. ബാറ്റിംഗിൽ സർഫറാസ് ഖാൻ, കാർത്തിക് ശർമ്മ, ഉർവിൽ പട്ടേൽ. ഓൾറൗണ്ടർമാരായി പ്രശാന്ത് വീർ, അൻഷുൽ കാംബോജ്, അമാൻ ഖാൻ, രാമകൃഷ്ണ ഘോഷ്. ബൗളിംഗിൽ രാഹുൽ ചഹാർ, ഖലീൽ അഹമ്മദ്, ശ്രേയസ് ഗോപാൽ, മുകേഷ് ചൗധരി, ഗുർജപ്നീത് സിംഗ് എന്നിവരടങ്ങുന്നതാണ് ഇന്ത്യൻ യൂണിറ്റ്. വിദേശ താരങ്ങളിൽ മാത്യു ഷോട്ട്, സാക് ഫോക്സ്, ജെയ്മി ഓവർട്ടൺ, മാറ്റ് ഹെൻറി, അക്കീൽ ഹുസൈൻ, നദാൻ എല്ലിസ്, നൂർ അഹമ്മദ് എന്നിവരും അണിനിരക്കും. കമ്പോസ്ഡായ ഒരു ബാറ്റിംഗ് ഓൾറൗണ്ടർ യൂണിറ്റും പരീക്ഷണങ്ങൾക്ക് വിധേയമാക്കാവുന്ന ഒരു ബൗളിംഗ് ലൈനപ്പുമാണ് ചെന്നൈ സ്ക്വാഡിലുള്ളത്. ഹൈപ്പിനനുസരിച്ചൊരു തുടക്കം കിട്ടുകയാണെങ്കിൽ 6ാം കിരീടത്തിൽ ചെന്നൈ ഇത്തവണ മുത്തം വയ്ക്കും. ചേട്ടന് T20 ലോകകപ്പ് നേട്ടത്തിന് പിന്നാലെ ബോണസ് കൂടിയാകും ആ കിരീടം.